എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്നത്. ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ള ഉത്തരമാണ് വളരെയധികം ജയിലർമാരും മറ്റ് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരും ചർച്ച ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന് കാരണം കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് വളരെ സുരക്ഷാ സംവിധാനമുള്ള ജയിലാണ്. ഇനി ഗോവിന്ദചാമിക്ക് എന്ത് കരുത്തുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഇരട്ടി കരുത്തുള്ള ഇദി അമീൻ വന്നാലും അല്ലെങ്കിൽ മുഹമ്മദ് അലി വന്നാലും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ കരുത്തിൻ്റെ ഒന്നും തന്നെ അവിടുത്തെ വലയങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്നാണ്. കാരണം അത് അത്രയ്ക്കധികം സെൻട്രലി ഫോക്കസ്ഡ് ആണ്, ഓരോ ഏരിയയും ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആ ജയിലിൽ നിന്ന് ചാടുക അസാധ്യമാണ്. ഈ 10-ാം വാർഡ് എന്ന് പറയുന്നത് തന്നെ അതീവ സുരക്ഷയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഒരാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവിടുത്തെ CCTVയിൽ കാണാമെന്ന് മാത്രമല്ല, അതിൻ്റെ ശബ്ദം പോലും CCTV റെക്കോർഡ് ചെയ്യും, പ്രതിധ്വനിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു സ്പീക്കർ സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ ഇയാൾ കമ്പി മുറിക്കുകയാണെങ്കിൽ, കാലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ, വാതിൽ തുറക്കുകയാണെങ്കിൽ, ഒരു കരിയിലെ ഒരു പിന്നെ ഇലയിലോ അല്ലെങ്കിൽ ഇതിലെങ്കിലും ചവിട്ടുകയാണെങ്കിൽ പോലും കേൾക്കാവുന്ന വിധത്തിൽ, ഒരു ചുള്ളിയിൽ കമ്പിയിൽ ചവിട്ടിയാൽ പോലും ഒരു പക്ഷേ അത് കേൾക്കാൻ കഴിയുമെന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ വിധത്തിൽ സുരക്ഷയുള്ളൊരു സ്ഥലമാണ്. ആ സുരക്ഷ അയാൾ അനായാസം കടന്നു. അതിനുശേഷം 30 മീറ്ററോളം വരുന്ന ഡിസ്റ്റൻസിൽ 3 മതിലുകളുണ്ട്. അതെ, ഈ 3 മതിലുകളും അയാൾ കടന്നു. അതിനുശേഷം അയാൾ ഫെൻസ്, അപ്പോൾ ഇവിടെ എല്ലാം 123 127 CCTVകളുണ്ടെന്നാണ് പറയുന്നത്. ആ CCTVകളിലൊന്നും പെടാതെ ഇയാൾ ഏറ്റവും വലിയ 7.5 മീറ്റർ പൊക്കമുള്ള മതിലിൻ്റെ അവിടെ എത്തുന്നു. പ്രധാന മതിൽ. ആ മതിലിൻ്റെ അവിടെ 5 മീറ്റർ അയാൾ എത്തുമ്പോൾ തന്നെ അലാറം കേൾക്കുമെന്നാണ് പറയുന്നത്. കാരണം 5 മീറ്റർ കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അലാറം അടിക്കും. ആ അലാറം കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് 7 മീറ്ററിൻ്റെ മുകളിലോട്ട് ഇയാൾ പോകുമ്പം അവിടുത്തെ ഫെൻസിങ്ങിൽ നിന്നും കറണ്ട് അടിച്ച് ഇയാൾ താഴെ വീഴും. അപ്പോൾ കറണ്ട് അടിക്കുന്നുമില്ല, കറണ്ട് ഇല്ലതാനും. അങ്ങനെ ഇയാൾ ഈ പൊക്കം ഇത്രയും അംഗപരിമിതി ഉള്ള ഒരാൾ 7.5 മീറ്റർ പൊക്കമുള്ള ഈ മതിൽ ചാടിക്കിടക്കുക, ചാടിയല്ല, ഒരു വടം അയാൾ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പല തുണികൾ കൂട്ടി വടമുണ്ടാക്കി ആ വടം അപ്പുറം വരെയാണെങ്കിൽ, അപ്പോൾ ഒരു 15 മീറ്ററോളം അല്ലെങ്കിൽ ഒരു 14 മീറ്ററെങ്കിലും വരുന്ന വടം ഉണ്ടെങ്കിൽ ഈ ഇവിടുന്ന് 7 7.5 അപ്പുറത്ത് 7.5 എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇത്രയും സാമഗ്രികൾ ഇയാൾ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഇത്